അസ്സലാമു അലൈക്കും. സൗദി KMCC ഹജ്ജ് സെല്ലിൻ്റെ പുതിയ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്നുള്ള വീഡിയോ ആണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം KMCC ഹജ്ജ് സെല്ലിന് അടിച്ചുവിടുക. അതിൽ ഈ കാണുന്നതാണ് KMCC ഹജ്ജ് സെല്ല് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു ചെറിയ ഫയലാണ്, 7.7 MB അടുത്ത് വരുന്ന ഒരു ഫയലാണ്. അത് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ആയതിന് ശേഷം ഓപ്പൺ ചെയ്യുക. അതിനുശേഷം പെർമിഷൻ കൊടുക്കുക, ഐ അഗ്രി കൊടുക്കുക, ആക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ 2 ഓപ്ഷനാണ് കാണിക്കുക, ഒന്ന് മീന, ഒന്ന് അസീസിയ. അസീസിയയിലെ ബിൽഡിങ്ങും അതേപോലെ തന്നെ മീനയിലുള്ളതാണ് കാണിക്കുക. ആദ്യം നമുക്ക് മീനയിൽ നോക്കാം. മീനയിൽ ആദ്യം ക്യാമ്പ്. ഇതിൽ കാണിക്കുന്നത് ഏഷ്യ, ആഫ്രിക്ക, നോൺ അറേബ്യ, പിന്നെ അതേമാതിരി അറേബ്യൻ കൺട്രീസ്, യൂറോപ്പ്, അമേരിക്ക, ഇറാന്, പിന്നെ അതേപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ഇങ്ങനെയുള്ള എല്ലാ ഭാഗത്തുള്ള ഇതും എല്ലാ രാജ്യത്തിൻ്റെതും അതിൽ അവൈലബിൾ ആണ്. അതിൽ നമുക്ക് സെർച്ചിങ് ഓപ്ഷനും ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് മാനുവലായിട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇപ്പോൾ ഇന്ത്യൻ്റെ ആണെങ്കിൽ ഇന്ത്യൻ്റെ സെലക്ട് ചെയ്യുക. അതിൽ മക്തബ് നമ്പർ കാണിക്കുന്നത് ഈ പ്രാവശ്യം ഇന്ത്യയുടെ മക്തബൊക്കെ 100-ൽ മുകളിലേക്കാണ് വരുന്നത്. അത് രണ്ടാമത് കാണുന്നത് പോൾ നമ്പർ, മൂന്നാമത് കാണുന്നത് സോണാണ്. പിന്നെ അതേപോലെ പിന്നെ കാണുന്നത് ഡയറക്ഷൻ എന്നുള്ളതാണ്. ഇങ്ങനെ 4 ഓപ്ഷനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്കൊരു മക്തബ് നമ്പർ കിട്ടി. ആ മക്തബ് നമ്പർ നമുക്ക് മാനുവലായിട്ടും ചെക്ക് ചെയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് താഴത്തുനിന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു മക്തബ് നമ്പർ കൊടുക്കണം. 168 കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മക്തബ് നമ്പർ നമുക്ക് ഇവിടെ കാണും. അത് പോൾ നമ്പർ 62ാമത്തെ റോട്ടിലാണ് വരുന്നത്. സോൺ ആണെങ്കിൽ 6 ആണ് സോൺ വരുന്നത്. നേരെ ഡയറക്ഷൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആവും. ഗൂഗിൾ മാപ്പിൽ നേരെ ആ മക്തബ് നമ്പർ നമുക്ക് കാണിച്ചു തരും. അതാണ് മക്തബ് നമ്പർ, എവിടെയാണ് വരുന്നത്, അതിൻ്റെ റോഡ്, മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണിച്ചു തരുന്നതാണ്. 62ാമത്തെ റോഡിലാണ് കിടക്കുന്നത്. ഇതാണ് നമ്മൾ നേരെ കാണുന്ന ആ നമ്പറിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ പിന്നെ വേറൊരു ഓപ്ഷൻ കാണുന്നത്, ഇതിൽ കാണുന്നത് ഹോസ്പിറ്റൽ. നിങ്ങളുടെ ടെൻറ്റിൻ്റെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലാണെന്ന് ഹോസ്പിറ്റലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലുകൾ കാണിക്കും. എമർജൻസി ഹോസ്പിറ്റൽ, മറ്റുള്ള ഹോസ്പിറ്റലിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ക്ലിനിക്ക്, തൊട്ടടുത്തുള്ള ക്ലിനിക്ക് ഏതൊക്കെയാണെന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. ശേഷം ഡയറക്ഷൻ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകാനുള്ള വഴികളും അതിൽ കാണിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് സെൻ്ററിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ആംബുലൻസ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ ആംബുലൻസ് സർവീസിൻ്റെ നമ്പറും മറ്റുള്ള കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നതാണ്. അതിൻ്റെ സ്റ്റേഷൻ, ആംബുലൻസിൻ്റെ സ്റ്റേഷനും മറ്റുള്ള കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നതാണ്. പിന്നെ നുസ്കിൻ്റെ മക്തബുകൾ എവിടെയൊക്കെയാണ് മക്തബ് ഉള്ളത് എന്നുള്ളതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസാണ് അടുത്തത് വരുന്നത്. പിന്നെ മറ്റൊന്ന് വരുന്നത് അസീസിയ. ഇപ്പോൾ മീനയിൽ ഏത് ബിൽഡിംഗ് ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അസീസിയ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബിൽഡിംഗ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മാനുവലായിട്ടും അതുപോലെ തന്നെ ഇവിടെ താഴേക്ക് നമുക്ക് എടുക്കാൻ കഴിയും. ഓരോ ബിൽഡിങ്ങിൻ്റെ നമ്പറും ഇവിടെ താഴെ ഉണ്ടാവും. അതല്ലാതെ നമുക്കിവിടെ അടിച്ചു കൊടുത്താലും നമുക്ക് കിട്ടുന്നതാണ്. 168 ബിൽഡിംഗ് നമ്പർ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബിൽഡിംഗ് നമ്പർ നേരെ വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരെ ഗൂഗിൾ മാപ്പിൽ ബിൽഡിംഗ് എവിടെയാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്കിവിടെ കിട്ടുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ആർക്കും യൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ ആപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്.